അത് ഭീഷണിപ്പെടുത്തി തിരിച്ചു കയറ്റി പണിയെടുപ്പിക്കാമെന്നും നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ വഴിയെ പോകുന്ന വനിതകളെ വെച്ച് പണിയെടുപ്പിക്കുന്നത് അങ്ങേറ്റം അസംബന്ധമാണ് പറയുന്നത്. ഇത് ജനങ്ങളുടെ ജീവന് ഭീഷണിയുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഈ ഉത്തരവ് പിൻവലിക്കണം. അവരുടെ ഈ പിന്മാറ്റം, തൊഴിലാളി വർഗത്തുള്ള പിന്മാറ്റം അവരുടെ നാശത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ. അവരുടെ ഈ പിന്മാറ്റം, തൊഴിലാളി വർഗത്തുള്ള പിന്മാറ്റം അവരുടെ നാശത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് NHMന്റെ അത്യപൂർവമായ ഒരു ഉത്തരവ് പുറത്തു വരുന്നത്. അടിയന്തരമായി പണിമുടക്കിൽ പങ്കെടുക്കുന്ന ആശാ വർക്കർമാർ തിരിച്ച് എത്തണം, ഇല്ലെങ്കിൽ പകരം സംവിധാനം നോക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ആശാ വർക്കർമാർക്കെതിരെ NHMന്റെ ഒരു അത്യപൂർവമായ ഒരു ഉത്തരവ് പുറത്തു വരുന്നത്. അടിയന്തരമായി തിരിച്ചു വരണം, പണിമുടക്കിൽ പങ്കെടുത്തവർ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ പകരം സംവിധാനം നോക്കേണ്ട ആവശ്യമായി വരുമെന്ന് എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഞങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറാണ്. ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ ഈ നിമിഷം തന്നെ തിരിച്ചു പോകാൻ തയ്യാറാണ്. വിഷയമെന്ന് പറയുന്നത് ഇവിടെ നിലവിൽ കുടിശ്ശിക പോലും കൊടുത്തു തീർത്തിട്ടില്ല. നിലവിൽ ഇപ്പോഴും കുടിശ്ശിക കിടക്കുകയാണ്. അപ്പോൾ പണി ചെയ്തിട്ട് വേതനം കൊടുക്കാതിരിക്കുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും അവകാശങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ അത് ഭീഷണിപ്പെടുത്തി തിരിച്ചു കയറ്റി പണിയെടുപ്പിക്കാമെന്നും നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ വഴിയെ പോകുന്ന വനിതകളെ വെച്ച് പണിയെടുപ്പിക്കുന്നത് അങ്ങേറ്റം അസംബന്ധമാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ 18 വർഷക്കാലത്തിനിടയിൽ 9 മൊഡ്യൂൾ ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാണ് ആശാ വർക്കർമാർ. അത് വിദഗ്ധ ഡോക്ടർമാർ, വിദഗ്ധരായ ആളുകളും വന്ന് 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ നടത്തി 9 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ആശാ വർക്കർമാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാളെ ഉടനെ വഴിയെ കാണുന്ന സ്ത്രീകളെ വെച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്? ഇത് പറ്റില്ല എന്ന് മാത്രമല്ല, ഇത് ജനങ്ങളുടെ ജീവന് ഭീഷണിയുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഈ ഉത്തരവ് പിൻവലിക്കണം, നിരുപാധികം പിൻവലിക്കണം. ഞങ്ങളിതിനെ തള്ളിക്കളയാണ്. കാരണം സമരം എന്ന് പറഞ്ഞാൽ ന്യായമായ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെയും ഇവിടെയും CITയുടെ ചില ആളുകൾ പണിക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ നാട്ടുകാരവരെ ഓടിച്ചു വിടുക. സെക്രട്ടേറിയറ്റ് നടയിൽ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ കരിങ്കാലിപ്പണി ചെയ്യാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് അവരെ ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് എന്താ ചെയ്തത്? ആദ്യ ദിവസം തന്നെ നേതാക്കൾക്കെതിരെ കേസെടുത്തു. 5 പേർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തു. സമരം അവസാനിക്കുന്നില്ല. ഗതാഗതം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി കൊണ്ടുപോയി കോടതി ലക്ഷ്യത്തിന് കേസ് കൊടുത്തു. സമരം അവസാനിക്കുന്നില്ല, പിന്തുണ കൂടുകയാണ്. പോലീസിനെ വിട്ട് ആശാ വർക്കർമാരുടെ വിവരം ശേഖരിച്ചു. ആശാ വർക്കർമാർ പിന്മാറുന്നില്ല. ആരോഗ്യവകുപ്പ് തന്നെ പണിമുടക്കിന് പോകുന്നവരുടെ ലിസ്റ്റ് എടുത്തു. എല്ലാ ആശമാരും പണിമുടക്കിലാണെന്ന് ലിസ്റ്റ് കൊടുത്തു. പറ്റുന്നില്ല. ഇപ്പോൾ അവസാനത്തെ പൊട്ടാസ് എടുത്തിരിക്കുക. ഇതാകട്ടെ നിയമവിരുദ്ധമായിട്ടൊരു ഉത്തരവാണ്. അതുകൊണ്ട് ആ ഉത്തരവ് പിൻവലിക്കണം. ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന എല്ലാ നടപടികളും നിർത്തിവെച്ചുകൊണ്ട് സർക്കാർ അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഇതാണ് ഞങ്ങൾക്ക് CPM നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു അരാജക സംഘടനയാണ് എന്നെല്ലാം. ഇക്കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. സത്യത്തിൽ അവരുടെ തന്നെ സ്വഭാവം വെളിപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്നത്. ഇവിടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ വന്ന് പണിയെടുക്കുന്നവർ വന്ന് സമരം ചെയ്യുന്നു. ഒരു തൊഴിലാളി സംഘടന പണിയെടുക്കുന്നവൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. അവൻ്റെ ന്യായാന്യായത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ വന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കാരണം അവർ കാണുകയാണ്, പുതിയൊരു പ്രതീക്ഷ ഈ തൊഴിലാളി സ്ത്രീകളിൽ കാണുകയാണ്. അപ്പോൾ CPM എന്തുകൊണ്ട് മാറി എന്നുള്ളത് നമ്മളുടെ മുന്നിൽ വളരെ വ്യക്തമാകുകയാണ്. അവരുടെ ഈ പിന്മാറ്റം, തൊഴിലാളി വർഗത്തുള്ള പിന്മാറ്റം അവരുടെ നാശത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ. അതൊരു മുതലാളി വർഗ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആദ്യം ഈ ഒളിഞ്ഞിരുന്ന ഈ സമരത്തെ എങ്ങനെയെങ്കിലും തള്ളിപ്പറയുക എന്നുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റായി വന്നു. അതെ, ഇപ്പോൾ അവർ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വർഗ സ്വഭാവം തിരിച്ചറിയാനുള്ള ഒരു വേദി കൂടിയായി ഈ ആശാ വർക്കർമാരുടെ സമരം മാറിയിരിക്കുന്നു. അങ്ങനെയും ഈ ആശാ വർക്കർമാരുടെ സമരം ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. എന്തായാലും ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ സമരം പിൻവലിക്കൂ. ഇത് പൊടുന്നനെ ഉണ്ടായ ഒരു ആവശ്യമല്ല. കഴിഞ്ഞ 18 വർഷമായി പണിയെടുക്കുന്ന ആശാ വർക്കർമാർ നിരന്തരം ഉന്നയിച്ച് ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടത്തിലാണ് ഈ പ്രക്ഷോഭം രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നേടിക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇതിപ്പോൾ ആശാ വർക്കറുടെ മാത്രം ഒരു വിഷയമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഈ ആശാ വർക്കർമാർ ഒരു മികച്ച ശമ്പളം വാങ്ങി ജോലി ചെയ്യണം എന്നുള്ളത്. 7000 രൂപയ്ക്ക് പണിയെടുക്കാൻ ആരെയാണ് കിട്ടുന്നത്? ഒരു ദിവസം 232 രൂപ വെച്ച് എങ്ങനെയാണ് ഒരു കുടുംബം പുലർത്തുന്നത്? അത് പറ്റില്ല എന്നുള്ളത് ഇന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തള്ളുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് പ്രതിരോധത്തിലാണ്.
കേരളം നമ്പർ 1 എന്ന് പറഞ്ഞത് പൊളിഞ്ഞ് താഴെ വീണിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെങ്ങനെ ഇത്രയും വിരളി ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും വിലപ്പോവില്ല. എന്തായാലും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്ന ആശാ വർക്കർമാർ ഉടൻ അടിയന്തരമായി തിരിച്ചു വരണമെന്നാണ് ഈ NHMൻ്റെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നത്. അല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ അടിയന്തരമായി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും പറയുന്നു. അതായത് ആശാ വർക്കർമാർ ഈ ഒരു ജോലിക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ അതിന് പകരം സംവിധാനം നോക്കണം എന്നും NHMൻ്റെ ഈ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നു. എന്തായാലും ആശാ വർക്കർമാർ ഇവിടെ വ്യക്തമാക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ആ ആവശ്യങ്ങൾ നമ്മുടെ സർക്കാർ അംഗീകരിക്കാതെ ഒരടി പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ഒരേ സ്വരത്തിൽ പറയുന്നത്. അതുകൂടാതെ ഈ NHMൻ്റെ ഈ ഉത്തരവ് പിൻവലിക്കണം എന്നും ഇവർ ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.